ജീവനും ജീവിതവും എന്ന ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം. നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം ആത്മീയ പോരാട്ടത്തിലെ ചതിക്കുഴികൾ എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ചാണ് ചിന്തിക്കാൻ ഒരുങ്ങുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഇന്ന് സന്ദേശം അറിയിക്കുന്നത് സംസാരിക്കുന്നത് എം ജോസഫ് സവർണാണ്. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആത്മീയ പോരാട്ടത്തിലെ ചതിക്കുഴികൾ എന്ന വിഷയമാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഞാൻ പ്രാരംഭമായിട്ടൊരു വേദഭാഗം വായിച്ചാൽ നമുക്ക് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്ര. നമുക്ക് ഒരു പോരാട്ടമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ക്രിസ്തീയ ജീവിതം തന്നെ ഒരു പോരാട്ടമാണ്. ജഡത്തോടും പിശാചിനോടും ലോകത്തോടൊക്കെയുള്ള ഒരു പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ വാസ്തവത്തിൽ നാം ഒരു യുദ്ധക്കളത്തിലാണ്, ഒരു യാത്രയിലാണ്. ഈ പോരാട്ടത്തിൽ നമ്മളെ തകർക്കുന്ന, നമ്മളെ പരാജയപ്പെടുത്തുന്ന, നമ്മുടെ ആത്മീയ വളർച്ചയെ തടയുന്ന, നമ്മളെ വീഴ്ത്തുന്ന അനേക ചതിക്കുഴികൾ ഉണ്ട് എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ചതിക്കുഴി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, അത് കുഴിയാണ്, അപകടം വരുത്തുന്നതാണ് എന്ന് തിരിച്ചറിയാതെ നാം വീണു പോകുന്ന സ്ഥലങ്ങളാണ് ചതിക്കുഴികൾ. സ്പിരിച്വൽ പിറ്റ്ഫാൾസും. അതിനെക്കുറിച്ച് ഒരാളിങ്ങനെ പറഞ്ഞതായിരുന്നു, നമ്മുടെ ആത്മീയ ജീവിതം എന്നുള്ളത് ഇന്നത്തെ നാഷണൽ ഹൈവേയുടെ അവസ്ഥ പോലെയാണ്. ധാരാളം ചതിക്കുഴികളുണ്ട്. നമ്മൾ ഓരോ ദിവസവും വാർത്ത വായിക്കുമ്പോൾ വാഹനമൊക്കെ ഓടിച്ചു പോകുന്ന ആളുകൾ കുഴി വീണ് കഴിയുമ്പോഴാണ് ഇത് ഇത്ര വലിയ കുഴിയാണ് എന്ന് അറിയുന്നത്. അപ്പൊ ഞാൻ ഇന്ന് ഒരുമിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്നുള്ളത്, ഈ ചതിക്കുഴികൾ, ധാരാളം ചതിക്കുഴികളുണ്ട്. എന്നാൽ പൊതുവെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ചില ചതിക്കുഴികളെ കുറിച്ച് മാത്രമാണ് പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് വലിയൊരു പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തിൽ അനേക ചതിക്കുഴികൾ ഇരിപ്പുണ്ട്. അതിനെ അതിജീവിക്കേണ്ടത് നമുക്ക് ആവശ്യമാണ്. പൊതുവെ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ, പല ചതിക്കുഴികളെ കുറിച്ചും നാം ഒക്കെ ബോധവാന്മാരാണ്. എന്നാൽ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ചില ചതിക്കുഴികൾ, അതിനെ ഒരു ബ്രീഫായിട്ട് ചർച്ച ചെയ്യാമെന്നാണ് ചിന്തിക്കുന്നത്. ഒന്നാമത്തെ ഒരു വലിയ ചതിക്കുഴിയായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു തെറ്റായ സംതൃപ്തി അനേക വിശ്വാസികൾ വീണ് കിടക്കുന്ന ഒരു ചതിക്കുഴിയാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, സഭയിൽ ചേർന്നു, ഇങ്ങനെ കുറെ യാന്ത്രികമായി കുറെ ആത്മീയ കാര്യങ്ങൾ ചെയ്തു പോരുന്നു. ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യുവാനായിട്ടില്ല. മിനിമം ആത്മീയ കാര്യങ്ങളൊക്കെ ചെയ്ത് അതിലങ്ങ് തൃപ്തി കണ്ടെത്തി പോവുക. ഇപ്പൊ നമ്മളെ ഒരു സൗകര്യോടോ എങ്ങനെയുണ്ട് ആത്മീയ ജീവിതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ പോകുന്നു. എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ അങ്ങനെ ചെയ്ത് അങ്ങ് പോവുകയാണ്.
അതിലങ്ങ് തൃപ്തി അടയുക. തന്നെയല്ല, ഇങ്ങനെ പ്രസ്താവനകൾ പറയുവാനായിട്ട് കാരണം സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ഇതിന് കാരണം. എന്താ ക്രിസ്തീയ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് ബോധപൂർവമായിട്ട് മനസ്സിലാക്കാതെയുള്ള ജീവിതം. പ്രായോഗിക തലത്തിൽ നാം പരിശോധിച്ചാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ഒരു വർത്തമാനകാല ലക്ഷ്യവും ഒരു ആത്യന്തികമായ ലക്ഷ്യവും. വർത്തമാനകാല ലക്ഷ്യം യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുകയെന്നും ആത്യന്തികമായ ലക്ഷ്യം ക്രിസ്തുവിനോട് ചേരുക എന്നുള്ളതും. നമുക്ക് ഈ സത്യങ്ങളെ സൂചിപ്പിക്കുന്ന ചില വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 40-ാം വാക്യത്തില് ശിഷ്യന് ഗുരുവിന് മീതെയല്ല, അഭ്യാസം തികഞ്ഞവനെല്ലാം ഗുരുവിനെ പോലെയാണ്. അപ്പൊ ക്രിസ്തീയ ജീവിതത്തിന്റെ ലക്ഷ്യം ഗുരുവും കർത്താവുമായ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക, ഗുരുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ലക്ഷ്യം. നാം ചെയ്യുന്ന ആത്മീയ ശുശ്രൂഷകളുടെയും ആത്മീയമായ എല്ലാ അച്ചടക്കങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യം ഗുരുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളത്. ഗലാത്യലേഖനം 4-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം പൗലോസ് പറയാണ്, ഗലാത്യരോട് പറയാണ്, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ. അതായത് ഗലാത്യ വിശ്വാസികളില് യേശു ക്രിസ്തു ഉളവാകണം, ക്രിസ്തുവിനെ പോലെ ആയിത്തീരണം, ക്രിസ്തു അവരിൽ ഉളവാകണം. ഇപ്പൊ തൻ്റെ ഓട്ടവും അധ്വാനത്തിന്റെ ഒക്കെ ആത്യന്തികമായ ലക്ഷ്യം എന്നുള്ളത് ഗലാത്യയിലുള്ള വിശ്വാസികളിൽ യേശു ക്രിസ്തു ഉളവാകണം, ഉരുവാകണം. അതിനുവേണ്ടി താന് പ്രസവവേദനപ്പെടുകയാണെന്നാണ്. കൊലോസ്യ ലേഖനം 1:28 ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് താനിങ്ങനെ പ്രബോധിപ്പിക്കുകയും പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ഒക്കെ ചെയ്യുന്നത് ക്രിസ്തുവിൽ തികഞ്ഞവരായി നിൽക്കുക. അത് ഇതിന്റെ വേറൊരു ഷെയ്ഡ് മീനിങ് ആണ്. ക്രിസ്തുവിൽ തികഞ്ഞവരായിട്ട് നിർത്തുക. 2 പത്രോസ് 1:4 നാം ഇങ്ങനെ വായിക്കുന്നു, അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്തായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായിട്ട് തീരും. എന്താ? ദൈവം നമുക്ക് വിലയേറിയ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ആ വാഗ്ദത്തങ്ങളെ നമ്മൾ ആശ്രയിക്കുമ്പോൾ ലോകം നൽകുന്ന വാഗ്ദത്തങ്ങളെക്കാൾ വലിയ വാഗ്ദത്തങ്ങളാണ് കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ളത്. ആ വാഗ്ദത്തങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ളത് ഈ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് അനുരൂപരായി തീരുക, ദിവ്യ സ്വഭാവത്തിന്, കർത്താവിന്റെ സ്വഭാവത്തിന് കൂട്ടാളികളായിട്ട് തീരുക. 1 കൊരിന്ത്യർ 11:1 പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങളും അനുകാരികളാകുകയും. ഈ വേദഭാഗങ്ങളൊക്കെ കാണിക്കുന്നത് എന്താണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ലക്ഷ്യം. ആത്യന്തികമായിട്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം, നമ്മൾ ഈ ചെയ്യുന്ന ബൈബിൾ വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പഠിക്കുന്നു, സഭായോഗത്തിന് പോകുന്നു, കൂട്ടായ്മകൾ ആചരിക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളുടെ ലക്ഷ്യം എന്താണ്? ആത്യന്തികമായിട്ട് എന്താണ് അതിലൂടെ നാം എത്തിച്ചേരുവാൻ, നേടിയെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം? അവിടെ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? ഗുരുവിനെ പോലെ ആകുക, ക്രിസ്തുവിൽ തികഞ്ഞവരാകുക, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുക, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുക, ക്രിസ്തുവിന്റെ അനുകാരികളായി തീരുക. അതുപോലെ തന്നെ എഫേസ്യ ലേഖനത്തിനകത്ത് പറയുമ്പോൾ
ക്രിസ്തു എന്ന തലയോളം വളരുക, ഈ പ്രയോഗങ്ങളൊക്കെ കാണിക്കുന്നത് ക്രിസ്തീയ ജീവിതത്തിന്റെ ലക്ഷ്യമാണ്. ദൈവാത്മാവിന്റെ പ്രവർത്തനത്താൽ നമ്മുടെ സ്വഭാവത്തിലും പ്രതികരണത്തിലും ഉണ്ടാകുന്ന രൂപാന്തരമാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ലക്ഷ്യം. അനേക വിശ്വാസികള് ചില ആത്മീയ ആചാരങ്ങൾ ചെയ്ത് തൃപ്തി അടയുകയാണ്. അവർക്ക് ക്രിസ്തീയ ജീവിതത്തിന് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല. അവര് യാന്ത്രികമായി ധാരാളം കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്യുന്നു. ബൈബിൾ വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, സഭയിൽ വരുന്നു, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. എന്നാൽ ആത്യന്തികമായി ഇതിനൊരു ലക്ഷ്യം ഇല്ല എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം, വർത്തമാനകാല ലക്ഷ്യം, നമ്മുടെ സ്വഭാവങ്ങളെ രൂപാന്തരപ്പെട്ട് കർത്താവിന്റെ ദിവ്യ സ്വഭാവത്തിന് അനുരൂപരായിട്ട് തീരും. ജീവിത രൂപാന്തരം വരാത്ത വിശ്വാസികളെ കൊണ്ട് സഭകൾ നിറയുന്നു എന്ന് സംശയം. ലോകത്തിന് വെളിച്ചമാകേണ്ടതായ ആളുകള് പകരം പുക വമിപ്പിക്കുന്നത് പോലെ ആയിത്തീരും. ഇങ്ങനെ പുറമേയുള്ള കുറെ കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്ത് അതിൽ തൃപ്തി അടയുക എന്നുള്ളത് എല്ലാം ശരിയായി എന്ന് ചിന്തിക്കുന്ന ചിന്താഗതി ഒരു വലിയ ചതിക്കുഴിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ചാൾസ് ഷെൽഡൻ എന്ന വ്യക്തി എഴുതിയ ഒരു പ്രസിദ്ധമായ ഒരു നോവലുണ്ട്, ഇൻ ഹിസ് സ്റ്റെപ്സ്. അതിന്റെ മലയാള പരിഭാഷ യേശു ആയിരുന്നെങ്കിൽ എന്നാണ്. ഈ പുസ്തകത്തിലെ പ്രധാന പ്രമേയം ഒരു സഭയിലെ, എൻ്റെ കഥ ചുരുക്കി പറഞ്ഞാൽ, ഒരു സഭയിലെ വിശ്വാസികൾ എല്ലാവരും ഒരു തീരുമാനമെടുത്തു. അവരവരുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുമ്പോഴും ഒരു ചോദ്യം ചോദിക്കും. എൻ്റെ സ്ഥാനത്ത് യേശു ക്രിസ്തു ആയിരുന്നുവെങ്കിൽ, അറിയാം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവത്വം മാറ്റി വെച്ചാൽ കർത്താവ് സമ്പൂർണമായ മനുഷ്യനാണ്, നമ്മെപ്പോലെ തന്നെ ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് ജീവിച്ചവർ. അപ്പൊ അവർ ചോദിക്കുന്ന ചോദ്യം, എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും എൻ്റെ സ്ഥാനത്ത് യേശു ക്രിസ്തു ആയിരുന്നെങ്കിൽ എന്ത് തീരുമാനമെടുക്കും, എങ്ങനെ പ്രതികരിക്കും, എന്ത് ചെയ്യും എന്ന ഒരു തീരുമാനം. അങ്ങനെ സഭയിലുള്ള ഓരോരുത്തരും അങ്ങനെ തീരുമാനമെടുത്തു. അനന്തരഫലം ആ സഭ വലിയ, ആ പട്ടണം വലിയൊരു രൂപാന്തരത്തിലേക്ക് വന്നു എന്ന്. വാസ്തവത്തില് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ അതാണ്. യേശു ക്രിസ്തു പ്രതികരിച്ചതുപോലെ പ്രതികരിക്കുക, യേശു ക്രിസ്തുവിന്റെ മനോഭാവം ഉള്ളവരായിട്ട് തീരുക. അതിലേക്കൊരു വളർച്ചയാണ് ക്രിസ്തീയ ജീവിതം. ദൈവം അതിനുവേണ്ടി എല്ലാ ക്രമീകരണങ്ങളും നമുക്ക് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി എല്ലാ സാഹചര്യങ്ങളും ദൈവം ഒരുക്കിയിട്ടുണ്ട്. കർത്താവ് അതിന് ക്രമീകരണങ്ങൾ ചെയ്യുക മാത്രമല്ല, തൻ്റെ ആത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ നൽകി അതിനുള്ള ശക്തിയെയും പകരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പതിവായി യാന്ത്രികമായി ചെയ്തു വരുന്ന ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ സ്വയം തൃപ്തി അടയുന്നത് ഒരു വലിയ ചതിക്കുഴിയാണ് എന്ന കാര്യം നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. അവരോട് ചോദിച്ചാൽ പ്രാർത്ഥനയുണ്ടോ? ഉണ്ട്. ബൈബിൾ വായന ഉണ്ടോ? ഉണ്ട്. സഭയിൽ പോകുന്നുണ്ടോ? ഉണ്ട്. പക്ഷേ സ്വഭാവത്തിൽ രൂപാന്തരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന കാര്യം. രൂപാന്തരപ്പെട്ട ജീവിതങ്ങളാണ് ഒരു സഭയുടെ ഏറ്റവും വലിയ പരസ്യം. രൂപാന്തരപ്പെട്ട ജീവിതങ്ങളാണ് ഒരു സഭയുടെ ഏറ്റവും വലിയ പരസ്യം. രണ്ടാമത്തെ ഒരു ചതിക്കുഴി എന്നുള്ളത്, പ്രത്യേകിച്ച് ഇന്നത്തെ യുവതലമുറ പെട്ടുപോകുന്ന ഒരു ചതിക്കുഴിയാണ്.
ഞാൻ വായിച്ച ഒരു പുസ്തകത്തില് പറഞ്ഞിരിക്കുന്നത് പോസ്റ്റ് മോഡേണിസം, ഉത്തരാധുനികത. അതിനെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളും പല ഇതുമൊക്കെ കണ്ടു. അപ്പൊ അതിലൊരു പുസ്തകത്തിനകത്ത് ഞാൻ ഇങ്ങനെ കണ്ടത്, രണ്ട് തരത്തിലുള്ള പോസ്റ്റ് മോഡേണിസം ഉണ്ട് എന്നാണ്. ഉത്തര ആധുനികതയുണ്ട്. ഒന്ന് ഹാർഡ് പോസ്റ്റ് മോഡേണിസം എന്നും സോഫ്റ്റ് പോസ്റ്റ് മോഡേണിസം. ഈ ഹാർഡ്, അതായത് കട്ടിയായിട്ടുള്ള ഇതെന്ന് പറഞ്ഞാല് അവര് പറയുന്നത് ട്രൂത്ത് ആസ് ബീയിങ് റിലേറ്റീവ് ടു ദ ടൈം, കൾച്ചർ ഓർ സിറ്റുവേഷൻ ഓഫ് ഇൻഡിവിജ്വൽ. അതായത് അതിന്റെ രക്തചുരുക്കം പറഞ്ഞാല് സത്യം എന്നുള്ളത് ആപേക്ഷികമാണ്. അത് ഒരു സംസ്കാരത്തെയും ഒരു വ്യക്തിയുടെ സാഹചര്യത്തെയും ഒക്കെ ആശ്രയിച്ചിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് സ്വവർഗരതി, ഹോമോസെക്ഷുവാലിറ്റി, അത് ഈ കാഴ്ചപ്പാടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ആ വ്യക്തിയുടെ സാഹചര്യത്തെ ആശ്രയിച്ചാണ്. അവരുടെ അഭിപ്രായത്തില് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇത് തെറ്റായി പറയാനായിട്ട് കാരണം അന്നത്തെ ആൾക്കാരുടെ, അല്ലേ, അവരിങ്ങനെ പറയുന്നതാണ് പ്രിമിറ്റീവ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി ടൈം ആൻഡ് കൾച്ചർ വേർ ദ, അതായത് അന്നത്തെ ആ സംസ്കാരത്തില് ഉണ്ടായിരുന്ന മനസ്സിലാക്കലുടെ അടിസ്ഥാനത്തിലാണ് അത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് അത് അംഗീകരിക്കുവാനായിട്ട് കഴിയുകയില്ല. അപ്പോ ഒരു ധാർമ്മികത എന്നുള്ളത് ഏതെങ്കിലും ഒരു ആത്യന്തികമായ സത്യത്തെ അടിസ്ഥാനമാക്കിയല്ല, മറിച്ച് അത് ആപേക്ഷികമാണ്. ഇതില് ഈ മിത ഉത്തര ആധുനികര് അവർ പറയുമ്പോൾ, അല്ലെങ്കിൽ ഇവര് ആദ്യത്തെ ഹാർഡുകാർ പറയുന്നത് ആത്യന്തികമായ ഒരു സത്യം ഇല്ല. എന്നാൽ മിത ഉത്തരാധുനിക ആൾക്കാർ പറയുന്നത് ഒരു ആത്യന്തിക സത്യമുണ്ട്, എങ്കിലും ആ സത്യം തിരിച്ചറിയാനുള്ള കഴിവ് നമുക്കില്ല, പരിമിതിയില്ല. അതുകൊണ്ട് ഒരു കാര്യം പൂർണ്ണമായും സത്യമാണെന്നോ തെറ്റാണെന്നോ നമുക്ക് പറയുവാനായിട്ട് കഴിയുകയില്ല. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യത്തെ നമ്മൾ സത്യമാണെന്ന് മുറുകെ പിടിക്കുമ്പോൾ നമുക്ക് പരിമിതി ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് അത് ശരിയാകണം നിർബന്ധമില്ല. ആ നിലയിലാണ് അവരുടെ വാദങ്ങൾ പോകും. ഇതിൻ്റെയൊക്കെ എല്ലാ ടെക്നിക്കാലിറ്റിയിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പക്ഷെ ഇതിന്റെ പ്രായോഗികമായിട്ട് നമ്മുടെ സമൂഹത്തിൽ അതെങ്ങനെയാണ് പ്രതിഫലിപ്പിക്കുന്ന പറയാം. അത് പറയുന്നത് ആത്യന്തികമായി നിലനിൽക്കുന്നതായ ഒരു സത്യമോ ധാർമ്മികതയോ ഇല്ല, സത്യം ആപേക്ഷികമാണ്. പിന്നെ ഈ സത്യം നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയില്ല. സത്യത്തിന്റെ ഒരറ്റം മാത്രമേ നമ്മൾ പിടിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ പറയുന്നത് മാത്രമാണ് സത്യം എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുകയില്ല. അതിന്റെ പ്രായോഗിക തലത്തേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊട്ടസ്റ്റന്റുകാരും കത്തോലിക്കരും പെന്തക്കോസ്തുകാരും എല്ലാവരും പറയുന്നത് സത്യമാണ് എന്ന് പറഞ്ഞാല് ആരുടെയും ഇത് നമുക്ക് തള്ളിക്കളയുവാനായിട്ട് കഴിയുകയില്ല. ഉപദേശപരമായ ഉറച്ച നിലപാടുകൾ ഈ വാദം അനുസരിച്ച് എടുക്കുവാനായിട്ട് കഴിയുകയില്ല. ബൈബിൾ പറയുന്നതെല്ലാം അതേപടി വിശ്വസിക്കാനോ അംഗീകരിക്കാനോ കഴിയുകയില്ല. കാരണം നമുക്കതിനെ പൂർണ്ണമായിട്ട് ഇത് തന്നെയാണ് എന്ന് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കേൾക്കുമ്പോൾ നമുക്കും ശരിയാണെന്ന് തോന്നും. കാരണം ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പരിമിതിയുണ്ട് എന്നുള്ള സത്യമാണ്. പക്ഷേ വളരെ വ്യക്തമായ നിലനിൽക്കുന്ന ചില ആത്യന്തികമായ സത്യങ്ങളുണ്ട്, ആത്യന്തികമായ ധാർമ്മികതയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളെയും
വിലയിരുത്തേണ്ടത് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യം. അപ്പൊ ഈ നിലപാട് വന്നു കഴിയുമ്പോൾ ഉപദേശപരമായ എന്താ പറയാ, നമുക്ക് സ്റ്റാൻഡുകളൊന്നും എടുക്കാനായിട്ട് പറ്റും. കാരണം നമ്മൾ പറഞ്ഞ ഉപദേശം ആത്യന്തികമായിട്ട് ശരിയാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? അപ്പൊ ആ ഉപദേശം ഇതിങ്ങനെ മുറുകെ പിടിക്കുമ്പോൾ നമുക്ക് ചില സത്യങ്ങളെ മുറുകെ പിടിക്കുവാനായിട്ട് പ്രയാസം വരും എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. തന്നെയല്ല, ഇന്നത്തെ സമൂഹത്തില് വിശ്വാസികളുടെ ഇടയിൽ പോലും ദൈവവചനം വളരെ ശക്തമായിട്ട് എതിർക്കുകയും വെറുക്കുകയും ചെയ്യുന്ന അനേക പാപങ്ങളും ആ പാപങ്ങളോടുള്ള മനോഭാവം സമൂഹത്തിൽ മാറുന്നതിൻ്റെ ആ പ്രതിഫലനം ഇന്ന് വിശ്വാസ സമൂഹങ്ങളിലും ഉളവായി വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഞാൻ അത്രയും പറഞ്ഞ് അത് ആ വിഷയം അങ്ങ് വിടുകയാണ്. അടുത്തതായിട്ട് ഉള്ള ഒരു ചതിക്കുഴി എന്നുള്ളത് നമ്മെല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ്. മറ്റുള്ള ആളുകളിൽ കുറ്റം കണ്ടെത്തി സ്വയം ആശ്വസിക്കുക, ന്യായീകരിക്കുക. മറ്റുള്ള ആളുകളുടെ ചെറിയ ചെറിയ വീഴ്ചകളെ ഉയർത്തി കാണിക്കുകയും നമ്മുടെ വലിയ വീഴ്ചകളെ മറക്കുകയും ചെയ്യുന്ന ഒരു വലിയ പ്രവണത ഒരു വലിയ ചതിക്കുഴിയാണ്. അതിനെ ജഡ്ജ്മെന്റലിസം എന്ന് പറയും. പലപ്പോഴും കേൾവികളെയും സംശയങ്ങളെ സത്യങ്ങളായി അത് പരിഗണിക്കുന്നു. സത്യത്തിന് മുകളിൽ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും. നമ്മുടെ വീഴ്ചകളെ മറയ്ക്കാനായി മറ്റുള്ളവരുടെ കുറവുകളെയും പരാജയങ്ങളെയും ഉയർത്തി കാണിക്കും. പണ്ട് ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞ കേൾക്കുന്നുണ്ട്, എനിക്ക് ആകെപ്പാടെ ഒരു കൃപാവരമേ ഉള്ളൂ, അത് ആരുടെയെങ്കിലൊക്കെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചകളോ കുറവുകളോ കണ്ടാൽ അത് തുറന്നു കാണിക്കുകയാണ്. അത് കേട്ട ഒരാൾ ഇങ്ങനെ പറഞ്ഞു, അത് ഒരു താലന്ത് കിട്ടിയവൻ ചെയ്തതുപോലെ നീ ചെയ്യുക. പലപ്പോഴും നമുക്ക് തന്നെ തെളിവില്ലാത്ത, വ്യക്തതയില്ലാത്ത ആരോപണങ്ങളായിരിക്കും നാം ഉന്നയിക്കുന്നത്. നമുക്ക് തികച്ചും അജ്ഞാതമായിരിക്കുന്ന മറ്റൊരാളുടെ ഉദ്ദേശശുദ്ധിയെ പോലും അറിയുന്ന മട്ടിലാണ് പലപ്പോഴും നാം സംസാരിക്കുന്നത്. ഇങ്ങനെയുള്ള മറ്റുള്ള ആളുകളുടെ വീഴ്ചകളെയും പരാജയങ്ങളെയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറവുകളെ ഉയർത്തി കാണിക്കുക എന്നുള്ളത്, അതിൻ്റെ പിന്നില് പല ഘടകങ്ങൾ കാണും. ക്ഷമിക്കാത്തൊരു ഹൃദയം, അസൂയ നിറഞ്ഞ ഹൃദയം, അസംതൃപ്തി നിറഞ്ഞ ഹൃദയം, ഇവയൊക്കെ നിശിത വിമർശനങ്ങളുടെ വിളനിലങ്ങളാണ്. കർത്താവ് പരീശന്മാരോട് പറഞ്ഞു, നിങ്ങളെ ഒട്ടകത്തെ വിഴുങ്ങി കൊതുകിനെ അരിക്കുന്നു. റോമലേഖൻ 2:22 പൗലോസ് യഹൂദന്മാരായ റോമക്കാരോട് ചോദിക്കുന്ന ചോദ്യം, വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ക്ഷേത്രം കവർച്ച ചെയ്യുന്നുവോ? മറ്റുള്ള ആളുകളുടെ കുറവുകളെ എടുത്ത് ഉയർത്തി കാണിച്ച് അതിൽ തൃപ്തി കണ്ടെത്തുന്ന ഒരു ചതിക്കുഴി നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്ന കാര്യം നാം ഓർക്കേണ്ടത് ആവശ്യം. പ്രസിദ്ധ എഴുത്തുകാരനായ ജോൺ മാക്സ്വെല് താൻ ഒരിക്കലും ഒരു രസകരമായ ഒരു കഥ പറഞ്ഞു. ഒരിക്കലും ഒരു വല്യപ്പൻ തൻ്റെ കൊച്ചു മക്കളെ സന്ദർശിക്കാനായി ദൂരത്ത് പോയി. അപ്പൊ അവിടെ അവധിക്കാലത്ത് വല്യപ്പൻ ഇങ്ങനെ
കൊച്ചുമക്കളുടെ കൂട്ടത്തിലൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു ഉച്ച സമയത്ത് വല്യപ്പൻ കസേരയിൽ ഇരുന്നൊന്ന് മയങ്ങി. അപ്പൊ വല്യപ്പന്റെ ഉറക്കം കണ്ട കൊച്ചുമക്കൾക്ക് ഒരു രസം തോന്നും. അപ്പൊ അവരിലെ ഒരു വിദ്വാൻ അടുക്കളയിൽ അവിടെ ചെന്നിട്ട് ഒരു കേടായ ചീസ് വെണ്ണ എടുത്തുകൊണ്ട് പോകും, ചില മണമൊക്കെ ഉള്ളതായ എടുത്തുകൊണ്ട് വന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന വല്യപ്പന്റെ മീശയിൽ തേച്ച് പിടിപ്പിച്ചു. വല്യപ്പന് നല്ല കട്ടി മീശയാണ്. ആ കട്ടി മീശയിൽ ഇത് തേച്ച് പിടിപ്പിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ വല്യപ്പൻ ഉറക്കമുണർന്ന സമയത്ത് ഭയങ്കരമായ മണം. താനെ ഇങ്ങനെ പറഞ്ഞു, അയ്യോ ഭയങ്കരമായ മണം, ഇവിടെ എന്തൊക്കെയോ നാറുന്നുണ്ട്. താൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. തന്നെ മുറിക്കാൻ നോക്കി, അവിടെ ഭയങ്കര മണം. താൻ അടുക്കള ചെന്നു, അവിടെയും ഭയങ്കര മണം. താൻ അടുത്ത മുറി ചെന്നു, അവിടെയും ഭയങ്കര മണം. ഉടനെ താന് വേഗം അല്പശുദ്ധവായുവിനായിട്ട് പുറത്തേക്കിറങ്ങി, വിശാലമായ സ്ഥലത്ത് പുറത്തേക്കിറങ്ങി. അവിടെ വന്നപ്പോ അവിടെയും മണം. അപ്പൊ ഈ പ്രദേശം മുഴുവൻ ചീഞ്ഞു നാറുകയാണ്. വാസ്തവത്തില് തന്നിൽ നിന്നാണ് ആ ചീഞ്ഞു നാറ്റം ഉണ്ടായത് എന്ന കാര്യം അപ്പൂപ്പൻ തിരിച്ചറിഞ്ഞില്ല. നാം നമ്മുടെ പരാജയങ്ങളെ കുറിച്ചുള്ള ബോധ്യം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം മയത്തിലായിരിക്കും നാം മറ്റുള്ള ആളുകളുടെ പരാജയങ്ങളെ വിലയിരുത്തുന്നത്. ഇതിനർത്ഥം വചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിലയിരുത്തലുകളെ അവഗണിക്കണം എന്നുള്ളതല്ല. വചനത്തിലുള്ള അടിസ്ഥാനത്തിലുള്ള വിലയിരുത്തലുകൾ എപ്പോഴും നമുക്ക് ആവശ്യമാണ്. എന്നാൽ നാം ഒരു കാര്യം ഓർക്കേണ്ടത്, നമ്മുടെ സഹോദരങ്ങളുടെ പരാജയങ്ങൾ നമ്മുടെ കൂടെ പരാജയങ്ങളാണ് എന്ന് നാം ബോധപൂർവം ഓർക്കേണ്ടത് ആവശ്യമാണ്. അതിനെക്കുറിച്ച് ഒരിക്കലും ഒരാൾ പറഞ്ഞു, നമ്മുടെ വിമർശനങ്ങള് ക്രിയാത്മകമാക്കുവാനായിട്ട് അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ പറയും. അതൊന്ന്, നാം പരാജയപ്പെട്ട മേഖലകള്, നാം പോരാട്ടം നടത്തുന്ന മേഖലകള്, ഇവ മനഃപൂർവ്വം ഓർക്കുക എന്നത്. മറ്റൊരു സഹോദരനുമായി താരതമ്യം ചെയ്യുമ്പോൾ ചില മേഖലകളിൽ നമ്മൾ വിജയിച്ച് നിൽക്കുമായിരിക്കും, എന്നാൽ നാം പരാജയപ്പെടുത്ത പോരാട്ടം നടത്തുന്ന അനേക മേഖലകൾ ഉണ്ട് എന്ന കാര്യം നാം മറക്കരുത്. അപ്പൊ നമ്മുടെ പരാജയപ്പെട്ട മേഖലകളെ കുറിച്ചൊരു മനഃപൂർവമായിട്ടുള്ളൊരു ഓർമ്മ നമുക്ക് ആവശ്യമാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ ഓർത്ത് പ്രാർത്ഥിക്കുക എന്നുള്ള കാര്യം. കാരണം അവന്റെ പരാജയം നമ്മുടെയും കൂടെ പരാജയമാണ്. നമ്മളെല്ലാം ഒരു ശരീരത്തിന്റെ അവയവങ്ങളാണല്ലോ. അപ്പൊ അതുകൊണ്ട് ആ പരാജയം എന്റെയും കൂടെ പരാജയമാണ് എന്ന് കണക്കാക്കി ആ വ്യക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിമർശനങ്ങൾക്ക്, കുറ്റപ്പെടുത്തലുകൾക്ക് മൂർച്ച കുറയും. ഞാൻ വീണ്ടും പറയട്ടെ, ഇതിനർത്ഥം തെറ്റുകൾ കരുതുന്നോ തിന്മകളെ അവഗണിക്കണമോ എന്നുള്ളതല്ല. മറിച്ച് നമ്മുടെ മനോഭാവം ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു കാര്യം. അടുത്തതായിട്ടുള്ള ഒരു ചതിക്കുഴി എന്നുള്ളത് ഒരു മനോഭാവമാണ്. ആരും വിശുദ്ധരല്ല, എന്നാൽ ആരിലും വിശുദ്ധനാണ് ഞാൻ. ഇത്ര വിശുദ്ധനായി ആരാ ജീവിക്കുന്നത്? ഈ ബൈബിളൊക്കെ അനുസരിച്ച് ആരാ ജീവിക്കുന്നത്? അതായത് മറ്റുള്ള വിശ്വാസികളുടെ കുറവുകളെന്ന് നാം കാണുന്ന കാര്യങ്ങളെ താരതമ്യപ്പെടുത്തി നാം അവരെക്കാൾ മെച്ചപ്പെട്ടവരാണ് എന്ന ബോധ്യം, എന്ന ചിന്ത. നമ്മുടെ വിലയിരുത്തലിൽ ചില മേഖലകളിൽ നാം മറ്റുള്ളവരെക്കാൾ മെച്ചപ്പെട്ടവരായിരിക്കാം.
എന്നാൽ നമുക്ക് താരതമ്യത്തിന് തന്നിരിക്കുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തു എന്ന തലയോളമാണ് വളരേണ്ടത്. ക്രിസ്തുവിനെ പോലെയാണ് നാം വളരേണ്ടത്, നമ്മുടെ സഹോദരനെ പോലെ അല്ല വളരേണ്ടത്. പിന്നെ ആളുകൾ ഇങ്ങനെ ചിന്തിക്കുന്നത് ഈ ലോകത്തിൽ ഇങ്ങനെയൊക്കെ ജീവിക്കാനേ പറ്റുള്ളൂ. പരാജയപ്പെട്ട വിശ്വാസികളെ നോക്കിയല്ല ജീവിക്കേണ്ടത്. വിജയിച്ച ക്രിസ്തുവിനെ നോക്കിയാണ്, വിശ്വാസ നായകനെ പൂർത്തി വരുന്ന ക്രിസ്തുവിനെ നോക്കിയാണ് നാം ജീവിക്കേണ്ടത്. അപ്പൊ ആരും വിശുദ്ധരല്ല, എല്ലാവർക്കും പല പരാജയങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും പ്രായോഗികമായിട്ട് നടപ്പാക്കുന്ന കാര്യമല്ല. എന്നാല് അങ്ങനെയുള്ള ഒരു മനോഭാവത്തില് ജീവിക്കുവാനായിട്ടല്ല നമ്മളെ ദൈവം വിളിച്ചിട്ടുള്ളത്. ആരും വിശുദ്ധരല്ല, ഇത്ര വിശുദ്ധ ആരാണ് എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് പരാജയപ്പെട്ട മനുഷ്യരുടെ മുഖത്തേക്കാണ്. എന്നാൽ നമ്മൾ ക്രിസ്തുവിന്റെ മുഖത്തേക്കാണ് നാം നോക്കേണ്ടതായി. അതാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയും. പലപ്പോഴും നാം നമ്മുടെ സ്വയത്തിൽ ആശ്രയിച്ച് വിജയിക്കുവാനായിട്ട് ശ്രമിക്കുന്ന ആളുകളാണ്. എന്നാൽ ആത്മീയ പോരാട്ടം ഉള്ളത് നമുക്കറിയാമല്ലോ, ജഡരത്വങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടുമാണ്. അപ്പൊ ഈ പോരാട്ടത്തിൽ നമുക്ക് നമ്മുടെ സ്വന്തമായ തീരുമാനങ്ങൾ കൊണ്ടോ ഒന്നും നമുക്ക് വിജയിക്കുവാനായിട്ട് കഴിയുകയില്ല. നമ്മുടെ സ്വയത്തിൽ ആശ്രയിച്ച് സ്വന്തം തീരുമാനങ്ങൾക്കനുസരിച്ച് നമ്മുടെ ക്രിസ്തീയ പോരാട്ടം നടത്തുവാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ നാം പരാജയപ്പെടും. എന്നാൽ ദൈവത്തിന്റെ കൃപയിലും പരിശുദ്ധാത്മാവിലും നമ്മൾ ആശ്രയിക്കുമ്പോൾ നമുക്ക് വിജയിക്കുവാനായിട്ട് കഴിയും. അപ്പൊ പലപ്പോഴും നമുക്ക് നമ്മുടെ തീരുമാനങ്ങൾ എടുത്തിട്ട് അതിൽ അങ്ങനെ ജീവിക്കുവാനായിട്ട് ശ്രമിക്കും, പരാജയപ്പെടും. അവസാനം നമ്മൾ ഒരു കൺക്ലൂഷനിലെത്തും, എന്താണ്, ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മളിങ്ങനെ പറയും, എല്ലാവരും ചെയ്യുന്നത് ചെയ്യുവാനുള്ള ഒരു പ്രവണത, എല്ലാവരും ജീവിക്കുന്നത് പോലെ ജീവിക്കാനുള്ള ഒരു പ്രവണത, അതിന്റെ സ്വാധീനം നമ്മിൽ എല്ലാവരിലും ഉണ്ടല്ലോ. എന്നാൽ അങ്ങനെയല്ല. ഈ ലോകത്തിൽ വ്യത്യസ്തരായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണെന്ന, ഈ ലോകത്തിലെ ആളുകൾ ചെയ്തു പോകുന്ന കാര്യങ്ങൾ ചെയ്ത് ആ ഒരു നിലവാരത്തിൽ ജീവിക്കുവാനായിട്ടല്ല, വ്യത്യസ്തരായി ജീവിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണെന്ന, അതിനുള്ള എല്ലാ സാധ്യതയും അതിനുള്ള കഴിവും അതിനുള്ള ശക്തിയും ദൈവം വചനത്തിലൂടെ നമുക്ക് ഉറപ്പ് തരുന്നു. കർത്താവ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പ്രമാണങ്ങളും ഒക്കെ പറഞ്ഞേച്ച് അങ്ങ് പോവുകയല്ല ചെയ്തത്, മറിച്ച് അങ്ങനെ തന്നെ ജീവിക്കുവാനുള്ള ശക്തി തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പൊ നമ്മൾ നമ്മുടെ സ്വയത്തിൽ ആശ്രയിക്കുക എന്നുള്ളത് അതൊരു ചതിക്കുഴിയാണ്. നമ്മുടെ തീരുമാനങ്ങളിൽ ആശ്രയിക്കുക എന്നുള്ളത് ചതിക്കുഴിയാണ്. നമ്മുടെ നല്ല തീരുമാനങ്ങളൊക്കെ ആയിരിക്കാം, പക്ഷെ അങ്ങനെ നമുക്ക് വിജയിക്കുവാനായിട്ട് പറ്റുന്ന ഒരു പോരാട്ടമല്ല നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന കാര്യം നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന്റെ വലിയ കൃപ നമുക്ക് ആവശ്യമാണ്, വലിയ ശക്തി നമുക്ക് ആവശ്യമാണ്. അത് നമ്മുടെ കേവലം തീരുമാനം മാത്രം പോരാ, ദൈവാത്മാവിന്റെ ശക്തീകരണം നമുക്ക് ആവശ്യമാണ്. വിജയിക്കുവാനുള്ള ക്രമീകരണങ്ങളൊക്കെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്, അതിനുള്ള സാധ്യതകളൊക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ചില സന്ദർഭങ്ങളിൽ ഒരുപക്ഷെ നമ്മുടെ ഇടയിൽ അങ്ങനെ അധികം ഇല്ലെങ്കിലും പൊതുവേ ക്രൈസ്തവ ലോകത്ത് ഇങ്ങനെ ആത്മീയ ജീവിതത്തിലെ പരാജയങ്ങളും കുറവുകളും ഒക്കെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെല്ലാത്തിനും പിശാചിനെ കുറ്റം പറയുന്ന ഒരു പ്രവൃത്തി. നമ്മുടെ ഇടയിൽ പിന്നെ അത്രയും പിശാചിനെ അങ്ങനെ പരസ്യമായിട്ട് അങ്ങനെ കുറ്റപ്പെടുത്താറില്ല. എന്നാലേ മറ്റ് കരിസ്മാറ്റിക് ഗ്രൂപ്പുകളിലൊക്കെ ആണെങ്കിൽ എന്തിനും ഏതിനും പിശാചിനെ കുറ്റം പറയും. പിശാച് എപ്പോഴും ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലുള്ള ബലഹീനതകളെ
അതിനെ മുതലെടുത്തുകൊണ്ടാണ് പിശാച് നമ്മളെ പരാജയപ്പെടുത്തുന്നത്. നമ്മുടെ ബലഹീനവശം എന്താണ് എന്നുള്ളത് പിശാച് പഠിക്കും, മനസ്സിലാക്കും. എന്നിട്ട് അതിനാവശ്യമായ ആയുധങ്ങളാണ് അവൻ തയ്യാറാക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്, രക്ഷിക്കപ്പെടുന്ന സന്ദർഭത്തില് പിശാച് നമ്മളെ കുറിച്ച് പഠനം നടത്തും. അപ്പൊ നമ്മുടെ ബലഹീനത എവിടെയാണെന്ന് നോക്കി ആ ബലഹീനതയിലാണ് പിശാച് നമ്മളെ തോൽപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാത്തിനും നമുക്ക് പിശാചിനെ കുറ്റം പറഞ്ഞ് നമുക്ക് തടി തപ്പുവാനായിട്ട് കഴിയുകയില്ല. പിശാചിന്റെ സ്വാധീനമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഈ ലോകം മുഴുവൻ അങ്ങനത്തെ സ്വാധീനത്തിലാണല്ലോ. അതുകൊണ്ടാണല്ലോ പിശാചിനെതിരായിട്ട് പോരാടുവാനായിട്ട് സർവായുധ വർഗം ധരിക്കുവാനായിട്ട് ദൈവത്തിന്റെ വചനത്തിലെ നമുക്ക് പറഞ്ഞിരിക്കുന്നു. അപ്പോ നാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തില് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു വലിയ പോരാട്ടത്തിലാണ് നാം. നമ്മെ കൊണ്ട് വിജയിക്കുവാനായിട്ട് കഴിയാത്ത ഒരു വലിയ പോരാട്ടമാണ് നമുക്കുള്ളത്. ഇതിനകത്ത് ഞാൻ ചില ചതിക്കുഴികളാണ് ഞാൻ പറഞ്ഞത്. നാം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ചില ചതിക്കുഴികളാണ് ഇവിടെ സൂചിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ചതിക്കുഴി എന്ന് പറയുമ്പോൾ നമ്മള് സാധാരണ വഴിയെ നടന്നു പോകുമ്പോ ശ്രദ്ധിക്കപ്പെടാതെ പെട്ടെന്ന് വീണ് കഴിയുമ്പോഴാണ് പെട്ടുപോയല്ലോ എന്ന് ചിന്തിക്കുന്നത്. ഇനി അനേക ചതിക്കുഴികളെ കുറിച്ച് നമുക്ക് പറയാനായിട്ട് കഴിയും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ദേശീയപാതയിലെ ചതിക്കുഴികൾ പോലെ നിറയെ ചതിക്കുഴികൾ നിറഞ്ഞ ഒരു പാതയാണ് നമ്മുടെ മുമ്പിലുള്ളത്. നാം ശ്രദ്ധയോടെ ജീവിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ പറഞ്ഞു വന്ന കാര്യം, നമ്മുടെ ഈ ക്രിസ്തീയ പോരാട്ടത്തില് ചതിക്കുഴികളെ നമ്മൾ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ നാം പരാജയപ്പെടുവാനുള്ള സാധ്യത വളരെയേറെയാണ്. ആദ്യത്തെ ചില കാര്യങ്ങളിലൊക്കെ ഞാൻ പൊതുവെ ചിന്തിക്കുന്നത്, പൊതുവെ നമ്മള് വിശ്വാസികളോട് സംസാരിക്കുമ്പോൾ ഒക്കെ പല ആളുകളും പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഞായറാഴ്ച ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുകയാണ്. ദൈവവചനത്തെ വളരെ ഗൗരവമായി പഠിക്കുന്ന ഒരു പ്രകൃതത്തിലേക്ക് ആളുകൾ വരുന്നില്ല. അപ്പൊ ആളുകൾ ഇങ്ങനെ പറയും, ഞങ്ങൾ അങ്ങനെ പ്രസംഗിക്കാനൊന്നും പോകുന്നില്ല, ഞങ്ങൾ അങ്ങനെ പഠിപ്പിക്കാനൊന്നും പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ പ്രസംഗിക്കാനും പഠിപ്പിക്കാനും ഒക്കെ പോകുന്നവരാണ് ഗൗരവബുദ്ധിയ ദൈവവചനം പഠിക്കേണ്ടത്. പിന്നെ തന്നെയല്ല, ഈ സാധാരണ എങ്ങനെ ഉണ്ടല്ലോ, ഈ ജോലിയൊക്കെ കഴിഞ്ഞ് റിട്ടയർമെന്റ് ആയി കഴിയുമ്പോൾ റിട്ടയർമെന്റ് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ ക്രിസ്തീയ ജീവിതത്തിൽ അങ്ങനെ റിട്ടയർമെന്റ് എടുത്തിരിക്കുന്ന ആളുകളെ പോലെയാണ്. പ്രത്യേകിച്ച് ഇനി ഒന്നും ചെയ്യാനില്ല, നമ്മുടെ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പാസ്പോർട്ട് എടുത്തു, ഇനി അങ്ങോട്ട് പോയാൽ മതി. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ടില്ലാത്തൊരവസ്ഥ. എന്നാൽ അങ്ങനെയല്ല എന്ന് ആണ് ഞാൻ പറഞ്ഞു വന്നത്. നമുക്കൊരു മഹത്തായ ലക്ഷ്യമുണ്ട്. ദൈവം നമ്മളെ ഈ ലോകത്തിന്റെ വെളിച്ചവും ഉപ്പുമായിട്ടാണ് വെച്ചിരിക്കുന്നത്. വ്യത്യസ്തരായിട്ട് ജീവിക്കുവാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം. അതാണ് നമുക്ക് മഹത്തായ ഒരു ലക്ഷ്യമുണ്ട്. നമ്മുടെ സ്വഭാവങ്ങള് ദൈവം നൽകിയ ആത്മീയ അച്ചടക്കത്തിലൂടെ ദൈവവചന പഠനം, ദൈവവചന ധ്യാനം, പ്രാർത്ഥന, കൂട്ടായ്മ, ഇങ്ങനെ
ഉപദേശ പഠനം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്, കുറെ സ്പിരിച്വൽ ഡിസിപ്ലിൻസ് ഉണ്ട്. ഈ സ്പിരിച്വൽ ഡിസിപ്ലിൻസ് ഒക്കെ നമുക്ക് തന്നിട്ടുള്ളത് നമ്മുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് അനുരൂപരായി തീരുകയെന്നുള്ളത്. ആ ഒരു വലിയ പ്രക്രിയയിലാണ് നമുക്കുള്ളത്. അത് നമ്മുടെ ഒരു വൺ ടൈം ഈവന്റ് അല്ല, ഒരിക്കലായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല, അത് തുടർമാനമായി നടക്കുന്നതാണ്. അവൻ വരുമ്പോൾ അവനെ പോലെ ആയിത്തീരും. അതുവരെയും ഇത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ ആത്മീയ ഉത്സാഹമില്ലാത്തത്, ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമില്ലാത്തത്, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ഒരു ലക്ഷ്യമില്ല. നമുക്ക് എന്തോ കാര്യത്തിലൊക്കെ തൃപ്തി അടഞ്ഞ ഇതൊക്കെ മതി, ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി, വലിയ ഭക്തനൊന്നും ആകണ്ട, ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി എന്ന. പക്ഷെ ദൈവം അതിനല്ല നമ്മളെ വിളിച്ചിട്ടുള്ളത്. വ്യത്യസ്തരായി രൂപാന്തരപ്പെട്ടവരായിട്ട് ജീവിക്കുവാനായിട്ടാണ്. ഞാൻ പറഞ്ഞതുപോലെ ഒരു സഭയുടെ പരസ്യം എന്നുള്ളത് ആ സഭയിലെ രൂപാന്തരപ്പെട്ട ജീവിതങ്ങളാണ്. ഒരു സഭയുടെ ഏറ്റവും വലിയ പരസ്യം അതാണ്, രൂപാന്തരപ്പെട്ട ജീവിതം. ലോകത്തിന് ഒരു പ്രതിവാദവും പറയുവാനായിട്ട്, എതിർക്കുന്നവർക്ക് ഒരു പ്രതിവാദവും പറയുവാനായിട്ട് കഴിയാത്ത ഒരു കാര്യം രൂപാന്തരപ്പെട്ട ജീവിതങ്ങളാണ്. ഇന്നത്തെ ലോകത്തിന് ഏറ്റവും വലിയ ആവശ്യവും അതുപോലെ തന്നെ ഇന്നത്തെ ആധുനികമായ ചിന്താഗതികൾ ഈ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ആയിട്ട് സമൂഹങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ആത്യന്തികമായ സത്യങ്ങളില്ല, ആത്യന്തികമായ ധാർമ്മികതയില്ല, എല്ലാം ഒരുപോലെ എന്നുള്ള ചിന്താഗതികളൊക്കെ. എന്നാൽ അങ്ങനെയല്ല. ദൈവം പറഞ്ഞതാണ് ആത്യന്തികം, അത് വചനത്തിനകത്തുണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരുപോലെ നമുക്ക് അതിനെക്കുറിച്ച് വിശദീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആത്യന്തികമായ സത്യമുണ്ട്, അത് ദൈവത്തിന്റെ വചനമാണ്. അതുപോലെ തന്നെ വിമർശനത്തെ കുറിച്ച് പറഞ്ഞു, നമ്മുടെ മനോഭാവങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇനിയും ഈ ദേശീയപാതയിൽ ഒത്തിരി കുഴിയുള്ളതുപോലെ നമ്മുടെ ഈ ആത്മീയ പോരാട്ടത്തിൽ നിങ്ങൾ പരിശോധിച്ചാൽ ഇനിയും ധാരാളം ചതിക്കുഴികൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ ചതിക്കുഴികളെ തിരിച്ചറിഞ്ഞ് അതിൽ വീണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം പ്രയോജനമില്ലാത്തതായി പോവാൻ ഇടയാകാത്ത വിധം ശ്രദ്ധയോടെ ജീവിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവം നമ്മളോട് സംസാരിച്ച കാര്യങ്ങൾ ഓർത്ത് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വന്നു ചേരാവുന്ന ചതിക്കുഴികളെ കുറിച്ച് ആണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. ദൈവം നമ്മളോട് സംസാരിച്ച കാര്യങ്ങൾ ഓർത്ത് നമുക്ക് ഈ സമയത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവിൻ്റെ കൃപയ്ക്കായി നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം. ഈ വിഷയം നമ്മളോട് സംസാരിച്ച ദൈവാത്മാവിൻ്റെ പ്രവൃത്തിക്കായി ദൈവത്തിന് നമുക്ക് നന്ദി പറയാം.